നിങ്ങൾക്കറിയോ ഗൂഗിൾ റിവ്യൂസ് നല്ല ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നതിനും നല്ല ഒരു സലൂൺ തിരഞ്ഞെടുക്കുന്നതിനൊക്കെ ആൾക്കാർ ഗൂഗിളിലാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കറിൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് റിവ്യൂസാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലൈവ് ആയി കഴിഞ്ഞാൽ എങ്ങനെ റിവ്യൂസ് കിട്ടുമെന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ ആദ്യം തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഏർലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിരിക്കും നിങ്ങൾ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവരോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതിനുശേഷം എങ്ങനെ കൃത്യമായിട്ട് റിവ്യൂ കളക്ട് ചെയ്യണം എന്നുള്ളൊരു മെക്കാനിസം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണം. രണ്ടാമത്തെ പോയിന്റ്, മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ ഇമേജസ് മാത്രമായിരുന്നു ആൾക്കാർക്ക് താല്പര്യം. ഇപ്പം അങ്ങനെയല്ല, സിറ്റുവേഷൻസ് കംപ്ലീറ്റ്ലി മാറി. ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസും കൂടി നിങ്ങൾ മാക്സിമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കാൻ നോക്കുക. അതൊക്കെ കാണുമ്പോഴാണ് കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് ഓക്കെ ഇത് എനിക്ക് വർക്കാവും എന്നുള്ള രീതിയിൽ തോന്നാൻ തുടങ്ങുന്നുണ്ടാവുക. ഇനി നിങ്ങളൊരു വാവ് പ്രൊഡക്റ്റുകൾ ഭയങ്കര ഇമ്പൾസീവ് ആണ് ചെയ്യുന്നെങ്കിലോ മോസ്റ്റ്ലി ഗ്രാഫിക്കൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ റിയലിസ്റ്റിക് യൂസ് കേസസും ലെങ്ത്ത്, സൈസ്, വിഡ്ത്തൊക്കെ കുറച്ചും കൂടെ കൃത്യമായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുവഴി പെട്ടെന്ന് ക്വിക്കായിട്ട് സെയിൽ കിട്ടും.